ലോകത്ത് നാടില്ലാത്ത, വീടില്ലാത്ത, താമസിക്കാൻ ഇടമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ വെള്ളം ലഭിക്കാത്ത ഒരു ജനത. ആ ഒരു ജനതക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് SIO ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോക ജനത ഇന്ന് ഗസയോടൊപ്പമാണ്, ഫലസ്തീനോടൊപ്പമാണ്. അമേരിക്കയിൽ ഉൾപ്പെടെ, ഇസ്രായേലിലടക്കം ഗസയിലെ ഈ പാവപ്പെട്ട എന്ന പ്രയോഗം ഗസ നിവാസികൾ കേട്ടാൽ ഒരുപക്ഷെ പ്രതിഷേധിക്കും. കാരണം അവരാഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു പ്രയോഗമാണ് അത്. അതുകൊണ്ട് തന്നെ ഞാനത് പിൻവലിക്കുകയാണ്. കാരണം അവർ പോരാളികളാണ്. ദിനേന എന്നോണം അവിടെ പിഞ്ചു പൈതങ്ങളടക്കം ഇസ്രായേലിൻ്റെ ക്രൂരമായ വേട്ടക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരുടെ നൊന്തുപെറ്റ പിഞ്ചു പൈതങ്ങൾ രക്തസാക്ഷികളാകുമ്പോഴും അവരുടെ കണ്ണുകൾ നനയുന്നില്ല. അവർ അഭിമാനികളാവുകയാണ്. അവർ ലോകത്തിൻ്റെ മുമ്പിൽ രക്തസാക്ഷികളായ മക്കളുടെ എണ്ണം പറഞ്ഞ് അഭിമാനികളാവുകയാണ്. ഇവിടെ വാഹിദ് ചുള്ളിപ്പാറ സംസാരിച്ചതുപോലെ അവരുടെ പ്രചോദനം പ്രവാചകനാണ്. പ്രവാചക കാലഘട്ടത്തിലെ രക്തസാക്ഷികളായ മക്കളുടെ ഉമ്മമാരാണ്. അവരുടെ പ്രതീക്ഷ ഈ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യം വിജയിക്കും. പോരാട്ടങ്ങൾക്കുള്ള അന്തിമമായ വിജയമുണ്ടാകും. അത് ദൈവം നൽകിയ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട SIO വിദ്യാർത്ഥികളെ, ഇന്ന് ഈ ഒരു പ്രോഗ്രാമിനിടയിൽ മഴ പെയ്തപ്പോൾ നമ്മളുടെ ശരീരം നനഞ്ഞു. നമുക്ക് പ്രയാസമുണ്ടായി. മഗ്രിബ് നമസ്കാരത്തിന് ഈ ഒരു സമ്മേളന വേദിയാണ് നിങ്ങൾ തയ്യാർ ചെയ്തത്. മഴ പെയ്തതിൻ്റെ ചളി നമ്മുടെ നെറ്റിയിൽ പുരണ്ടപ്പോൾ മനോഹരമായ നമ്മുടെ വസ്ത്രത്തിൽ അതിൻ്റെ അഴുക്ക്, അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള മണ്ണ് പറ്റിപ്പിടിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മൾ പലരും പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, ഏത് ജനതയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? മണ്ണിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു ജനത, നിൽക്കാൻ മണ്ണ് പോലും ഇല്ലാത്ത ഒരു ജനത, ഭക്ഷണമില്ലാതെ അവസാനം കിട്ടിയ മൺതരികൾ ഭക്ഷിച്ച് എങ്ങനെ ജീവൻ നിലനിർത്താൻ കഴിയും എന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനത. ആ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് സത്യത്തിൽ നമ്മൾ ഇത് ചെയ്തത്. ഈ ഒരു അവസരമെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ SIOവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ലോകത്തെ ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിവാസികൾക്ക്, ജനലക്ഷങ്ങൾക്കൊപ്പമാണ്. ആരാണ് ഫലസ്തീനിനെതിര്? ആരാണ് ഗസക്കെതിര്? ട്രംപിനെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ആ ട്രംപ് ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ലക്ഷ്യം എന്താണ്? നെതന്യാഹു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകരൻ, അവനാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ന് ഇതുപോലെയുള്ള സാമ്രാജ്യത്വ ഭരണകൂടങ്ങളുടെ ഒക്കെയും ഇഷ്ടത്തോടൻ. ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഫലസ്തീനിനൊപ്പമായിരുന്നു. അതുകൊണ്ട് SIOവിന്, ജമാഅത്തെ ഇസ്ലാമിക്ക്
നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ ആവശ്യപ്പെടാനുള്ളത്, നമ്മുടെ രാജ്യം അത് ഇന്ന് ഭരിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമാണ്. അതുകൊണ്ട് അവർ ഗസയെ അനുകൂലിക്കും എന്നൊരു പ്രതീക്ഷയില്ല. ഫലസ്തീനിന് അവരുടെ പിന്തുണയുണ്ടാകും എന്നൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഇന്ത്യൻ ജനതയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, നമ്മൾ ആ ഫലസ്തീനോടൊപ്പം നിൽക്കണം, ആ ഗസയോടൊപ്പം നിൽക്കണം എന്നതാണ്. നമ്മൾ വൈകുന്നേരം നടത്തിയ റാലിയിൽ നമ്മുടെ കുട്ടികൾ മുടക്കിയ മുദ്രാവാക്യത്തിൻ്റെ പൊരുൾ അതാണ്. ഈ ഒരു പൊതുസമ്മേളനത്തിൻ്റെ ആഹ്വാനവും അത് തന്നെയാണ്. ഞാൻ SIOവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമ്മളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഫലസ്തീൻ നിവാസികൾക്ക്, ഗസയിലെ പോരാളികൾക്ക്, ലോകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായും അവരുടെ ഒരു സ്വപ്ന ലോകം പുലരുക തന്നെ ചെയ്യും. അള്ളാഹു അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.